ദൈവത്തിൻ്റെ മംഗളവാർത്ത കാത്തിരിക്കുന്ന ഏവർക്കും യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. കർത്താവായ യേശുനാഥൻ്റെ മംഗളവാർത്ത. തിരുസഭ ഇന്ന് കർത്താവായ യേശുനാഥൻ്റെ മംഗളവാർത്ത തിരുനാൾ കൊണ്ടാടുകയാണ്. ഏവർക്കും ഈ തിരുനാളിൻ്റെ അനുഗ്രഹാശംസകൾ പ്രാർത്ഥനയായി നേരുന്നു. ഒന്നാമതായി, പരിശുദ്ധ കന്യകയുടെ ജനനം യേശു ദൈവപുത്രൻ ആണെന്ന് തെളിയിക്കുന്നു. ദൈവത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ശക്തി ഉണ്ടെന്ന് നാം വിശ്വസിക്കണം. അല്ലാത്തപക്ഷം നാം ദൈവത്തെയല്ല, മറിച്ച് ഒരു വിഗ്രഹത്തെ ആണ് സേവിക്കുന്നത്. ദൈവവചനം വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ മഹത്തായ പദ്ധതിയുടെ പ്രവർത്തനങ്ങളിൽ ദൈവദാസനാകാൻ ആഗ്രഹിക്കുകയും ചെയ്ത മറിയത്തിൻ്റെ മഹത്തായ വിശ്വാസമാണ് കന്യക ഗർഭം ധരിച്ച് ജന്മം നൽകുന്നത് വെളിപ്പെടുത്തുന്നത്. രണ്ടാമതായി, മാലാഖയുടെ അറിയിപ്പ്. ഗബ്രിയേൽ ദൈവദൂതൻ മേരിക്ക് പ്രത്യക്ഷപ്പെട്ട് ഈ വാക്കുകൾ പറയുന്നു: നന്മ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. തൽക്കാലം മാലാഖ പറയുന്നത് അത്രമാത്രം. ഈ വാക്കുകൾ കൊണ്ട് ദൂതൻ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് മറിയത്തെ അത്ഭുതപ്പെടുത്തുന്നതിലേക്ക് ഈ ഹ്രസ്വ പ്രസ്താവന നയിക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? അതുകൊണ്ട് ദൂതൻ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ മേരി ശ്രമിക്കുന്നു. നന്ദിയോടെ മാലാഖ കൂടുതൽ വിവരങ്ങളുമായി തുടർന്നു: ഭയപ്പെടേണ്ട, ഇപ്പോൾ ഭയപ്പെടേണ്ട, അല്ലെങ്കിൽ വിഷമിക്കേണ്ട എന്ന വാക്കുകൾ ഉപയോഗിച്ച് ആരെങ്കിലും ഈ പ്രസ്താവന ആരംഭിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണ്? അതെ, നിങ്ങൾ അല്പം വിഷമിക്കാൻ തുടങ്ങുന്നു. നീ എന്താ എന്നോട് പറയുവാൻ പോകുന്നത്? മറിയം ഭയപ്പെടേണ്ടതില്ല, കാരണം അവൾ ദൈവത്തിൻ്റെ പ്രീതി കണ്ടെത്തിയിരിക്കുന്നു എന്ന്. മറിയം ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുവാൻ പോകുന്നു. അവൻ്റെ പേര് യേശു എന്ന് ആയിരിക്കണം. കൂടാതെ യേശു എന്ന പേരുള്ള ഈ പുത്രൻ മഹാനാകാൻ പോകുന്നു. അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതുമാത്രമല്ല, കർത്താവ് അവന് എൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം നൽകും. അവൻ യാക്കോബിൻ്റെ ഭവനത്തിൽ എന്നേക്കും വാഴും. അവൻ്റെ രാജ്യത്തിന് അവസാനമില്ല. ഇപ്പോൾ മാലാഖ മേരിയോട് തനിക്ക് ലഭിക്കുവാൻ പോകുന്ന ഈ കുട്ടിയെക്കുറിച്ച് എന്താണ് പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി, സഖറിയായെപ്പോലെ മകൻ്റെ പേര് സംബന്ധിച്ച് മേരിക്ക് മറ്റ് മാർഗമില്ല. ദൈവത്തിൻ്റെ കൃപ എന്നർത്ഥമുള്ള യോഹന്നാൻ എന്ന മകന് പേരിടണമെന്ന് സഖറിയായോട് പറഞ്ഞു. മേരിക്കൊരു പുത്രൻ ജനിക്കാൻ പോകുകയാണെന്നും അവന് രക്ഷ എന്നർത്ഥം വരുന്ന യേശു എന്ന് പേരിടണമെന്നും പറയപ്പെടുന്നു. രണ്ടാമതായി, യേശു വലിയവനായിരിക്കും. യോഹന്നാൻ കർത്താവിൻ്റെ മുമ്പാകെ വലിയവനാകാൻ പോകുകയാണെന്ന് ഓർക്കുക. അതായത്, യോഹന്നാൻ ദൈവത്തിന് പ്രധാനപ്പെട്ടവനാണെന്നും ദൈവസേവനത്തിൽ ഉപയോഗിക്കുമെന്നും ഉള്ളതുപോലെ യേശു മഹാനാകാൻ പോകുന്നു. ദൈവത്തിൻ്റെ ദാസനായിട്ടല്ല, അവൻ എക്കാലത്തെയും വലിയ വ്യക്തിയായിരിക്കും എന്നത്. മൂന്നാമതായി, അവൻ അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അത്യുന്നതൻ എന്നത് ദൈവത്തിൻ്റെ മറ്റൊരു പേരാണ്. യോഹന്നാൻ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെട്ടു. എന്നാൽ യേശു അത്യുന്നതൻ്റെ പുത്രനാണ്. യോഹന്നാൻ ഒരു പ്രവാചകനായിരിക്കുമ്പോൾ യേശു ഒരു രാജാവാകാൻ പോകുന്നു. എന്നാൽ യേശു വെറുമൊരു രാജാവായിരിക്കില്ല. യേശു ഇസ്രായേലിൻ്റെ രാജാവാകാൻ പോകുന്നു. യാക്കോബിൻ്റെ ഭവനത്തിൽ എന്നേക്കും ഭരിക്കുന്ന അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് നൽകപ്പെടും. അവൻ്റെ രാജ്യത്തിന് അവസാനമില്ല എന്ന സത്യം 110ഉം 132ഉം സങ്കീർത്തനം പറയുന്നത് പോലെ തന്നെ മിശിഹ ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്നും ഭരണവും അധികാരവും നൽകപ്പെടുമെന്നും തെളിയിക്കുന്നു. മൂന്നാമതായി, മനുഷ്യൻ്റെ ഇടപെടലുകളാലല്ല, അത്യുന്നതൻ്റെ ശക്തിയാൽ മാത്രം സംഭവിക്കുന്നത്. അത്ഭുതകരമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് കാണിക്കാൻ ഗബ്രിയേൽ ദൂതൻ മേരിയോട് പറഞ്ഞു. അവളുടെ ബന്ധുവായ എലിസബത്ത് ഗർഭാവസ്ഥയിൽ ഇതിനകം 6 മാസം ആയിരിക്കുന്നു എന്ന്. ശേഷം മാലാഖ പറഞ്ഞു: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരാൻ പോകുന്നുവെന്നും
ശിശു പരിശുദ്ധനെന്നും ദൈവപുത്രനെന്നും വിളിക്കപ്പെടുമെന്നും ദൂതൻ അറിയിക്കുന്നു. അതിന് കാരണമായി നിലകൊള്ളുന്നത് കന്യകയുടെ ജനനം ആയതുകൊണ്ടാണ്. കന്യകയുടെ ജനനം യേശു ദൈവപുത്രനാണ് എന്ന് തെളിയിക്കുന്നു. ഹിപ്പോയിലെ വിശുദ്ധ അഗസ്റ്റിൻ ഈ നിമിഷത്തെക്കുറിച്ച് ഇപ്രകാരം എഴുതി: ആകാശത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തവനെ ഒരു സ്ത്രീയുടെ ഗർഭം വഹിച്ചു. അവൾ ഭരണാധികാരിയെ ഭരിച്ചു. നമ്മൾ ഉള്ളവനെ അവൾ വഹിച്ചു. നമ്മുടെ അപ്പത്തിന് അവൾ പാൽ കൊടുത്തു. വചനം മാംസമായി തീരുകയും നമ്മുടെ ഇടയിൽ വസിക്കുകയും ചെയ്ത മനുഷ്യചരിത്രത്തിലെ ആ സന്ദർഭമാണ് കന്യകാമറിയത്തോടുള്ള പ്രഖ്യാപനം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ തുടക്കത്തിൽ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ഈ ഭാഗത്തെ ഇപ്രകാരമാണ് പരാമർശിച്ചത്: എളിമയുള്ളതും മറഞ്ഞിരിക്കുന്നതുമായ ഒരു സംഭവം ആരും കണ്ടില്ല, മറിയമല്ലാതെ മറ്റാർക്കും അറിയില്ല. എന്നാൽ അതേസമയം അത് മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ നിർണായകമായിരുന്നു. മാലാഖയുടെ പ്രഖ്യാപനത്തോട് കന്യക അതേ എന്ന് പറഞ്ഞപ്പോൾ യേശു ഗർഭം ധരിച്ചു. അവനോടൊപ്പം ചരിത്രത്തിൻ്റെ ഒരു പുതുയുഗം ആരംഭിച്ചു എന്ന്. പ്രിയമുള്ളവരെ, ഏവർക്കും ഈ മംഗളവാർത്താ തിരുനാളിൻ്റെ അനുഗ്രഹാശംസകൾ, പ്രാർത്ഥനകൾ നേരുകയാണ്. ദൈവത്തിൻ്റെ ഈ വലിയ സന്ദേശം നമുക്കോരോരുത്തർക്കു വേണ്ടി കൂടിയാണ് എന്ന അവബോധത്തിൽ ആനന്ദത്തോടുകൂടെ ദൈവഭക്തിക്ക് മുൻപിൽ നമുക്ക് ശിരസ്സ് നമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. കന്യയാം മേരി ദൈവദൂതന്റെ മുന്നിൽ നിന്നു വിനീതയായി ദൂതനോദിയ വാർത്ത മംഗളദായകം പരിപാവനം. കന്യയാം മേരി ദൈവദൂതന്റെ മുന്നിൽ നിന്നു വിനീതയായി ദൂതനോദിയ വാർത്ത മംഗളദായകം പരിപാവനം. സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നീ വരൂ ദൈവസൂനുവേ. താപമോടെ വരുന്നു ഞാൻ, നിന്നിലൊന്നായലിഞ്ഞിടാം. പാവനാത്മാവിൻ ശക്തിയാലവൾ ദൈവസൂനുവിൻ അമ്മയായി വിശ്വനായകൻ കാലിശാലയിൽ നിസ്വനായി പിറന്ന